ലോകത്ത് ഭീകരവാദികളെയും ഭീകരവാദ സംഘടനകളെയും ഒക്കെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാറ് സാധാരണ അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയുടെ ലിസ്റ്റിലേക്ക് പുതിയ ഒരു ടീം കൂടെ, ബലൂച്ച് ലിബറേഷൻ ആർമി, പാകിസ്ഥാൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഭീകരവാദ സംഘടന. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ നമ്മുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരു സംഘടന തന്നെയാണ്. ഇപ്പൊ അമേരിക്ക പ്രഖ്യാപിച്ചേക്കുന്ന ഒരു ആഗോള ഭീകരരാണെന്ന്. എന്താ ഇപ്പൊ അമേരിക്കക്ക് അങ്ങനെ ഒരു തോന്നല്? അത് ഈ പ്രസ്താവന നടത്തുന്ന സമയവും സാഹചര്യവും കൂടി പ്രസക്തമായ സംഗതിയാണ്. അതെ, സമയം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ അമേരിക്കയിൽ ഉള്ളപ്പോഴാണ് ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയെ അവരുടെ ഒരു ആഗോള ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കുന്നത്. രണ്ട്, ഇതിന്റെ സാഹചര്യം കൂടി നോക്കണം. ഈ ബലൂച്ച് ലിബറേഷൻ ആർമി ഇന്ത്യ അനുകൂല നിലപാടെടുത്ത ഒരു പ്രസ്ഥാനമാണ്. കൃത്യമായി പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയപ്പോൾ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് വലിയ പ്രകടനം നടത്തിയ, അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ മുദ്രാവാക്യം മുഴക്കിയ ആൾക്കാരാണ് ഈ ബലൂജികൾ അല്ലെങ്കിൽ ബലൂച്ച് ലിബറേഷൻ ആർമി. അപ്പോൾ അവരുടെ ആവശ്യം ബലൂചിസ്ഥാൻ എന്ന പേരിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാകണമെന്നാണ്. കൃത്യമായി പറഞ്ഞാൽ ഇത് പാകിസ്ഥാൻ്റെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയാണ്. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമുണ്ടെങ്കിലും അവിടെ ഈ ഗോത്രങ്ങൾ തമ്മിൽ ഓരോ നാട്ടുരാജ്യങ്ങളായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണുള്ളത്. വംശീയമായ വെറിയുണ്ട്. എല്ലാവരും മുസ്ലിങ്ങളാണെങ്കിൽ തന്നെയും അവർ പലരും പല വംശത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെ വംശീയമായി ഭിന്നിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ഒരു വശത്ത് ബലൂചിസ്ഥാൻ ആണെങ്കിൽ തൊട്ടിപ്പുറത്ത് സിന്ധ്, അവിടെയും ഇതേപോലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ അഫ്ഗാൻ താലിബാൻ അല്ലെങ്കിൽ പാക് താലിബാൻ എന്ന് പറയുന്ന ഒരു വിഭാഗവും, അവിടെയും ഇതേപോലെ പഷ്തൂൺ വിഭാഗത്തിൽപ്പെട്ടവർ, അവർക്കും സ്വതന്ത്ര രാഷ്ട്രം വേണം അല്ലെങ്കിൽ സ്വതന്ത്ര പരമാധികാരം വേണം എന്ന് പറഞ്ഞ് അവരും ഇതേപോലെ നിലപാടെടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പാകിസ്ഥാനിൽ ഇതിനോടകം തന്നെ ഈ ലഷ്കർ ഇ തോയ്ബ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ്, അതേപോലെ താലിബാൻ, ഈ പാക് താലിബാൻ, IS, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഭീകരവാദ സംഘടനകൾ ഒരുപാടുള്ള പാകിസ്ഥാനിൽ ഇപ്പോൾ ഒരെണ്ണം കൂടി ആ ലിസ്റ്റിലേക്ക് ചേരുന്നു. അത് ബലൂച്ച് ലിബറേഷൻ ആർമി എന്നുള്ളതാണ്. അപ്പോൾ ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് അതായത് ആഭ്യന്തര ഭരണകൂടം, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അവർ ഇറക്കിയ പ്രസ്താവന ആഗോള ഭീകരതയ്ക്കെതിരെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം നടത്തുന്ന പോരാട്ടം അല്ലെങ്കിൽ ഭീകരതയ്ക്കെതിരെ ഉള്ള പ്രതിജ്ഞാബദ്ധതയുടെ തെളിവാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിക്കുന്നതിൻ്റെ കാരണം എന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വാദിക്കുന്നത്. അപ്പോൾ ഞാനൊരു സംശയം ചോദിക്കട്ടെ. അതായത് ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്വതന്ത്ര രാഷ്ട്രം വേണം എന്ന ആവശ്യമാണല്ലോ അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ അവരെ ഭീകരവാദ സംഘടനയാണ് എന്ന് ഈ അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇവർ അവിടെ ഭീകരവാദ പ്രവർത്തനം നടത്തുക അല്ലെങ്കിൽ രാജ്യത്തിന്, ലോകത്തിന് തന്നെ എതിരായിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടത്തിയതായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ ഇപ്പോൾ? ഉണ്ട്. അതായത് കൃത്യം പറഞ്ഞാൽ 2019 ശേഷമാണ് ബലൂച്ച് ലിബറേഷൻ ആർമി ഈ സായുധ കലാപങ്ങൾ അല്ലെങ്കിൽ സായുധ ആക്രമണങ്ങൾ വലിയ വ്യാപകമായ തോതിൽ തുടങ്ങിയത്. 2024 കറാച്ചി വിമാനത്താവളത്തിന് സമീപം ഒരു ചാവേർ ആക്രമണം ഉണ്ടായിരുന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടുന്ന ഒരു സംഭവം. അതിൻ്റെ ഉത്തരവാദിത്തം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തിരുന്നു. ഈ 2025 ജാഫർ എക്സ്പ്രസ്, അതിനെ തുടർച്ചയായി 2 സംഗതികളുണ്ടായി. ആദ്യം അതിനെ പാളം തെറ്റിക്കാനായിട്ടുള്ള ശ്രമം നടത്തി, പിന്നെ അത് തട്ടിക്കൊണ്ടു പോകുന്നൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിൽ 31 പേർ കൊല്ലപ്പെട്ടു. അതിലേറിയ പങ്കും സാധാരണക്കാരാണ്. 1-2 സുരക്ഷാ ഉദ്യോഗസ്ഥരും ആ സംഭവത്തിൽ കൊല്ലപ്പെട്ടു. ഏതാണ്ട് 300ഓളം പേരെ ബലൂച്ച് ലിബറേഷൻ ആർമി തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ബലൂച്ച് ലിബറേഷൻ ആർമി അന്ന് തന്നെ ഇവർ ഭീകരവാദ പട്ടികയിൽ വരും എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ടതായിരുന്നു. അതുണ്ടായി എന്നുള്ളതാണ്. 2019 മുതൽ തന്നെ ഇവരെ ഡെസിഗ്നേറ്റഡ് ടെറർ ഗ്രൂപ്പായിട്ട് അമേരിക്ക വിശേഷിപ്പിച്ചിരുന്നു. അതായത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമ്മൾ ഈ പാർട്ട് ടൈം ജോബ്, ഫുൾ ടൈം ജോബ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ തോതിലല്ല, ഫുൾ ടൈം ജോബ് എന്ന് വെച്ചാൽ പൂർണ്ണ തോതിലാണ്. അപ്പോൾ അവർ പൂർണ്ണ തോതിൽ ഇപ്പോൾ ഫുൾ ടൈം ജോബ് ടെററിസം ആയി എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. 2019 വരെ അവർ ഡെസിഗ്നേറ്റഡ് ആണ്. അതായത് ഭീകരവാദ സംഘടനകളെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ആ ഒരു ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുന്നതാണ്. ഇപ്പോൾ അത് ഇതായി. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായും അതിലൊരു കൃത്യമായ രാഷ്ട്രീയമുണ്ട്. കാരണം ബലൂച്ച് ലിബറേഷൻ ആർമി അവരെ മറ്റൊരു പേരിൽ കൂടി അറിയുക, അതുകൂടി പറഞ്ഞേക്കാം, മജീദ് ബ്രിഗേഡ് എന്നാണ് അറിയപ്പെടുക.
അപ്പോൾ ഈ ബലൂജ് ലിബറേഷൻ ആർമി ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു. അവിടെ സ്വതന്ത്ര രാഷ്ട്രമുണ്ടാകണം, അതിനെ ഇന്ത്യ പിന്തുണയ്ക്കണം. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ബലൂജ് ലിബറേഷൻ ആർമി ഇന്ത്യൻ സേനയ്ക്കൊപ്പം നിന്ന് പാകിസ്ഥാനെതിരെ പോരാടും എന്നൊക്കെ പ്രഖ്യാപനം നടത്തിയ ആൾക്കാരാണ് ബലൂജ് ലിബറേഷൻ ആർമി. അതുകൊണ്ട് തന്നെ അസീം മുനീർ അമേരിക്കയിൽ സന്ദർശനം നടത്തുമ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന, ഇങ്ങനെ ഒരു നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെക്കുന്നത് അത് കൃത്യമായും ഇന്ത്യക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുമാത്രമല്ല, ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമിയും ഇന്ത്യയുമായിട്ട് വലിയ ബന്ധമുണ്ടെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. പാകിസ്ഥാനോടുള്ള വിരോധം കൊണ്ട് മാത്രമല്ല, അല്ലാണ്ട് ഇന്ത്യയോട് വലിയ മമത ഉണ്ടായിട്ടാണോ അവർക്ക്? ഇപ്പോൾ ഇന്ത്യ ഒരു സഖ്യരാഷ്ട്രമാണ്, ഇന്ത്യ ഒരു സൗഹൃദ രാഷ്ട്രമാണെന്നൊക്കെ അമേരിക്ക പറയുമ്പോഴും നമ്മൾ ഈ ഘട്ടത്തിൽ ട്രംപ് ഇന്ത്യക്കെതിരെ നൽകുന്ന കടുത്ത സമ്മാനങ്ങൾ നോക്കുമ്പോൾ ആ ഒരു ചിന്ത നമുക്കില്ല. കാര്യം ഇന്ത്യയെക്കാൾ വിശ്വാസം അമേരിക്കയ്ക്ക് പാകിസ്ഥാനാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ഇനി പഴയ ആ ഒരു മനോഭാവത്തോടെ കാണേണ്ട കാര്യമില്ല. ഒരു സംശയ കണ്ണോടുകൂടി മാത്രം നോക്കിക്കാണേണ്ട ഒരു സംഗതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യക്ക് നൽകുന്ന ഒരു സന്ദേശമായിട്ടാണ് നമ്മളിതിനെ വിലയിരുത്തേണ്ടത്. കാരണം പാകിസ്ഥാൻ നിരന്തരമായി ആരോപിക്കുന്നൊരു സംഗതിയുണ്ട്. ഈ ബലൂജ് ലിബറേഷൻ ആർമിക്ക് വേണ്ട ആയുധവും പണവും കൊടുക്കുന്നത് ഇന്ത്യയാണ്. പാകിസ്ഥാനിൽ സംഘർഷമുണ്ടാക്കാൻ ബലൂജ് ലിബറേഷൻ ആർമിയെ ഇന്ത്യ ഉപയോഗിക്കുന്നുവെന്നാണ് പാകിസ്ഥാൻ നിരന്തരമായിട്ട് ആരോപിക്കുന്നത്. അപ്പോൾ ആരോപണവും ഈ നടപടിയും എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇന്ത്യക്കിട്ടൊരു കൊട്ട് എന്ന രീതിയിലാണ് അമേരിക്ക ഈ കാര്യം അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം നമ്മൾ വായിച്ചെടുക്കാൻ. പക്ഷേ ഇന്ത്യ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്, ബലൂജ് ലിബറേഷൻ ആർമിയുമായിട്ട് ഇന്ത്യക്കോ ഇന്ത്യയുടെ സൈനിക വിഭാഗങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല. പാകിസ്ഥാനിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യാനുള്ള ഉത്തരവാദിത്തം അത് പാകിസ്ഥാനാണ്. അവർക്ക് അതിനുള്ള ശേഷിയില്ലെങ്കിൽ, അതിനുള്ള ആയുധശേഷിയോ അല്ലെങ്കിൽ അതിനുള്ള ആർജവമോ ഇല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഇന്ത്യ അല്ല എന്ന് ഇന്ത്യ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ അതിൻ്റെ ഉത്തരവാദിത്തം ഇന്ത്യയുടെ തലയിൽ കൊണ്ട് കെട്ടിയിടുക, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് ഒരു ആചാരം പോലെ പാകിസ്ഥാൻ പിന്തുടരുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ പേരിലാണ് ബലൂജ് ലിബറേഷൻ ആർമിയെയും ഇന്ത്യയും കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഭീകരവാദത്തെ, ഏതൊരു ഭീകരവാദവും അത് ഏത് തലത്തിലുള്ളതാണെങ്കിലും അതിനെ എതിർക്കുകയും അമർച്ച ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന നിലപാടുള്ള രാഷ്ട്രമാണ് ഇന്ത്യ. സ്വാഭാവികമായിട്ടും ബലൂജ് ലിബറേഷൻ ആർമിയെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ച ആ ഒരു അമേരിക്കൻ നിലപാടിനെ നമ്മൾ സ്വാഗതം ചെയ്യാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.